12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ്. നിർണായക അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങിയത്. സുനിതയ്ക്കൊപ്പം നിക്ക് ഹേഗും സ്പേസ് വോക്ക് നടത്തി. US സ്പേസ് വോക്ക് 91 എന്നായിരുന്നു നിലയത്തിലെ നിർണായക അറ്റകുറ്റപ്പണികളടങ്ങിയ ദൗത്യത്തിന്റെ പേര്. ഇത്തവണ ബഹിരാകാശ നിലയത്തിലെത്തിയ ശേഷമുള്ള 7 മാസത്തിനിടെ ആദ്യമായാണ് സുനിത വില്യംസ് ISSനെ പുറത്തിറങ്ങിയതെന്ന പ്രത്യേകതയുണ്ട്. സുനിത വില്യംസിന്റെ കരിയറിലെ 8ാം സ്പേസ് വോക്കാണിത്. നിക്ക് ഹേഗ് 4ാം തവണയാണ് ബഹിരാകാശ നടത്തം പൂർത്തിയാക്കുന്നത്. 6 മണിക്കൂറോളം നേരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് ചിലവഴിച്ച സുനിതയും നിക്കും നൈസർ എക്സ്റേ ടെലിസ്കോപ്പിൽ അറ്റകുറ്റപ്പണി നടത്തി. ISSന്റെ ഓറിയന്റേഷൻ കൺട്രോൾ നിയന്ത്രിക്കുന്ന ഗൈറോ പുനഃസ്ഥാപിച്ചു. മറ്റെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നിലയത്തിന് ഉടൻ ആവശ്യമുണ്ടോ എന്ന് ഇരുവരും പരിശോധിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും കാലാവധി ഉറപ്പിക്കുന്നതിനും അനിവാര്യമായ അറ്റകുറ്റപ്പണികളാണ് സുനിത വില്യംസും നിക്ക് ഹേഗും പൂർത്തിയാക്കിയതെന്ന് നാസ അറിയിച്ചു. ജനുവരി 23-ന് അടുത്ത സ്പേസ് വോക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് നാസ നടത്തും. സുനിത വില്യംസിനൊപ്പം ബാരി വിൽമോറാണ് ഈ സ്പേസ് വോക്കിനായി നിലയത്തിന് പുറത്തിറങ്ങുക. ISS ട്രസ്സിൽ നിന്ന് ഒരു റേഡിയോ ഫ്രീക്വൻസി ഗ്രൂപ്പ് ആന്റിന നീക്കം ചെയ്യുക ഇവരുടെ ചുമതലയായിരിക്കും. നിലയത്തിന്റെ പുറംഭാഗത്തുണ്ടാവാൻ സാധ്യതയുള്ള മൈക്രോബയോളജിക്കൽ ജീവനെ കുറിച്ച് പഠിക്കാൻ ഡെസ്റ്റിനി ലാബിലും ക്വിസ്റ്റ് എയർലോക്കിലും നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുക, കനാഡാം 2 റോബോട്ടിക് കൈയിലെ അറ്റകുറ്റപ്പണി നടത്തുക എന്നിവയും സുനിത ബാരി സഖ്യത്തിന്റെ ചുമതലയാണ്. 2024 ജൂണിൽ ഒരാഴ്ചത്തെ ദൗത്യത്തിനായി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. എന്നാൽ സ്റ്റാർലൈനറിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങി വരാനായില്ല. പിന്നീട് 2025 ഫെബ്രുവരിയിലേക്ക് നീട്ടിയ ഇരുവരുടെയും മടക്കം മാർച്ചിന് മുമ്പ് നടക്കാൻ സാധ്യതയില്ലെന്നാണ് നാസ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറാണ് സുനിത വില്യംസ്.